തട്ടിപ്പോകരുത്. നിങ്ങൾ ഈ വീഡിയോ തീർത്ത് കാണണം കേട്ടോ. വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ചെയ്യാൻ പാടില്ലാത്ത വളരെയധികം വലിയൊരു തെറ്റുകൂടിയാണത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിൽ നിന്നെടുത്ത് എല്ലാവരും ഷെയർ ചെയ്തു. ഈ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും മാക്സിമം അത് ഷെയർ ചെയ്ത് എല്ലാവരുടെ വീഡിയോക്കും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത് മാക്സിമം യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ആ ബസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടതല്ല. ഈ ആളുകളെല്ലാം അത് ഷെയർ ചെയ്ത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതുകൊണ്ട്, നാണക്കേട് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അതിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നം തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലേഡി അത് ചെയ്തെങ്കിലും അത് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയൊരു തെറ്റാണ്. അതിനെ കൂട്ടുപിടിച്ചിട്ട് അത് മൊത്തം ഷെയർ ചെയ്തു. ഷെയർ ചെയ്തതിന് ശേഷം ആൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി എല്ലാ കുറ്റവും ആ സ്ത്രീയുടെ തലയിലേക്ക് ചുമത്തി വെച്ച ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഷെയർ ചെയ്തവരും ലോകം മുഴുവൻ പ്രചരിപ്പിച്ചവരും ഒന്നും കുറ്റവാളിയല്ല. ഞാൻ പറയുന്നത് നിരപരാധിയായ ആളുകളുടെ വീഡിയോസ് ഇതുപോലെ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് 100 വട്ടം നിങ്ങൾ ആലോചിക്കുക. ഒരു മനുഷ്യൻ്റെ ജീവിതം തകർക്കും എന്ന് തോന്നുന്ന ഒരു വീഡിയോയും ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യരുത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചെയ്തത് നിങ്ങൾ ഏറ്റവും വലിയൊരു തെറ്റും കൂടിയാണ് ചെയ്തത്. കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ലോകം മുഴുവൻ ആ വീഡിയോ പ്രചരിച്ചതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അത് ഇപ്പോഴും നിങ്ങൾക്കും മനസ്സിലായുള്ള, നിങ്ങളിപ്പോഴും ആ ഒരു വീഡിയോ ആ പെൺകുട്ടി ഇട്ടതാണ് നിങ്ങൾ പറയുന്നത്. ആ പെൺകുട്ടി ഇട്ടത് വളരെയധികം മോശപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ അതെടുത്ത് നിങ്ങൾ ഷെയർ ചെയ്തു. അത് ഷെയർ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ വീഡിയോ പുറത്തേക്ക് പോകില്ലായിരുന്നു, ഇത്രയധികം പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് അത് കേസാവുകയും അത് പോലീസ് സ്റ്റേഷനിൽ ആ വീഡിയോ ചെല്ലുകയും നടപടിയെടുക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. ഈ 2 ജീവിതവും തകരില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അത് ഷെയർ ചെയ്തു, ആഘോഷിച്ചു. എല്ലാവർക്കും റീച്ചാർന്ന ആവശ്യം. ഏത് മാധ്യമപ്രവർത്തകനാണെങ്കിലും ഏത് ബ്ലോഗറാണെങ്കിലും അവർ ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ ലക്ഷ്യം റീച്ച് തന്നെയാണ്. പലരും പറയും അവരെ പൂട്ടാൻ വേണ്ടിയിട്ടാണ്, അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നുമല്ല, ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. ഒരു 80% പേരും അവരുടെ വീഡിയോകൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദി. നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന് ഞാൻ 100 വട്ടം പറയും. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക്